ഹായ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ്. നമ്മുടെ കയ്യിൽ ഇവിടെ കുറച്ച് ക്ലേ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലേ. അപ്പോൾ ക്ലേ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിന് ചട്ടിങ്കലും. നമ്മൾ ഇന്ന് ചട്ടിങ്കലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു 1/2 കിലോ ക്ലേ ആണ്. ഇതുകൊണ്ട് ഒരു ചട്ടി പോലും ഉണ്ടാക്കാനുള്ളത് തികയില്ല. അപ്പോൾ നമ്മൾ എന്നാ ഈ നമ്മൾ ചട്ടിയുടെയും കാര്യത്തിൻ്റെ സൈസ് കുറയ്ക്കാൻ പോകാം കേട്ടോ. എനിവേ, ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുമെന്ന് ആലോചിക്കണമല്ലോ. അപ്പോൾ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു പോട്ടറി വീൽ വേണം. നമ്മൾ മിനി ചട്ടിയും കലം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കൊരു മിനി പോട്ടറി വീലാണ് ആവശ്യം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഒരു മിനി പോട്ടറി വീൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചട്ടിങ്ങലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി പോട്ടറി വീൽ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഈ പോട്ടറി വീലിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടറി വീലിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പോട്ടറി ഉണ്ടാക്കണം അല്ലേ. ഏറ്റവും കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു പ്രോസസ്സിലോട്ടാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. കാണാൻ ഭംഗി മാത്രമേ ഉള്ളൂ, അത് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ ബാലൻസും കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചട്ടിയുടെ ഷേപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ചൊവ്വേ ഒരു ചട്ടിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ,
അങ്ങനെ 900 അറ്റംപ്റ്റുകൾക്ക് ശേഷം നമ്മൾ ഈ 3 സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കലം, ഒരു കൂജ, ഒരു ചട്ടി. കാണത്തില്ലല്ലേ? അപ്പം നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ കളറിംഗ് ആണ്. നമുക്കിത് ക്രിസ്മസ് ചട്ടിയെങ്കിലും ആക്കണമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മിനി ക്രിസ്മസ് പോട്ടർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഇട്ട് ചെറിയൊരു മുട്ട് കൊടുത്തേക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ എൻജോയ് ദ റിവീൽ.